അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോർ സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്. കേട്ടോ. ഇന്ന് ചെയ്യാൻ പോകുന്നത് കോർ സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് കേട്ടോ. കോർ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് അപ്പർ ബോഡി ലോവർ ബോഡി മസിൽ ചെയ്യുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ അത് മിക്ക ജിമ്മിൽ പോയാലും ആൾക്കാർക്കൊക്കെ ഒരു ദിവസം അതിനായിട്ട് കോർ സ്ട്രെങ്തനായിട്ട് മാറ്റി വെക്കാം. കറക്റ്റ് കോർ സ്ട്രെങ്തിന് കിട്ടാത്തതിനെ കൊണ്ടൊക്കെയാണ് നമ്മുടെ ലോ ബാക്ക് പെയിൻ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ വയറിന് കോർ സ്ട്രെങ്ത് എന്ന് കരുതിയിട്ട് ഒരുപാട് ക്രഞ്ചസ് വയറിന് ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയുന്നില്ല. വയറ് കുറയല് ടോട്ടൽ ഫാറ്റ് കുറയുമ്പോൾ കുറഞ്ഞോളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ മസിലും കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ റെഡി ആയിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം പിന്നെ വാമപ്പ് ചെയ്യാൻ പോകണം. സമയം ഇച്ചിരി ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ആദ്യം വാമപ്പ് ചെയ്യാൻ പോകുന്നത്. ഫോണ് എന്താണോ നിങ്ങളുടെ അടുത്തുള്ള ഫോണോ അത് ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ച് ബാക്കിലോട്ട് മാറി നിൽക്കാം. കുറച്ച് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ മെയിൻ ആയിട്ട് ഫ്ലോറിൽ നിന്നാവും ചെയ്യുന്നുണ്ടാവുക. കോർ വർക്കൗട്ട് ആയിക്കൊണ്ട് തന്നെ കൂടുതൽ തറയുന്നതായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി. ആദ്യം നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ വാമപ്പ് ചെയ്യാം. നേരെ നിൽക്കാം. രണ്ട് സൈഡിലോട്ട് 10 പ്രാവശ്യം ചെയ്യാം. അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ 10 പ്രാവശ്യം ചെയ്യാം. മുകളിലോട്ട് താഴോട്ട്. കൈ ഇവിടെ വെക്കാം. ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. അതുപോലെ ഓപ്പോസിറ്റ് തിരിച്ച് ചെയ്യാം. ഹിപ്പ് റൊട്ടേഷൻ ചെയ്യാം. ഇതുപോലെ ഹിപ്പ് റൊട്ടേഷൻ 10 പ്രാവശ്യം വെച്ച് ചെയ്യാം കേട്ടോ. തിരിച്ചും ഓപ്പോസിറ്റ് 10 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, ഇനി കാല് പൊക്ക പൊക്ക. കാല് ഇതുപോലെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യാം. തിരിച്ചും ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യാം. ഇനി നമ്മുടെ കാലിന്റെ ആംഗിൾ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, അതുപോലെ 1 2 3 10 പ്രാവശ്യം സൈഡിലോട്ട് ചെയ്യാം. തിരിച്ചും 10 പ്രാവശ്യം ചെയ്യാം. ഈ കാലും ഓക്കെ. അടുത്തത് ലെഗ് സ്വിങ്. മുന്നോട്ട് ബാക്കോട്ട് മെല്ലെ. ഇതുപോലെ തന്നെ ഈ കാലും ഫ്രണ്ടിലോട്ടും കൂടെ ചെയ്യാം. 2 3 10 പ്രാവശ്യം. ഈ കാലും ജസ്റ്റ് ജോഗിങ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 1 2 3 4 5 6 7 8 10. ബാക്ക് പെയിൻ ആൾക്കാർ അധികം ചാടരുത്. സിമ്പിൾ ആയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബോഡി വാമ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി കേട്ടോ.
മൊത്തത്തിൽ വാം ആവണം, ബോഡി റെഡി ആവാണ്. അതുകൊണ്ട് തന്നെ തറയുന്നതായിരിക്കും ഉണ്ടാവുക. ഫോൺ എടുത്തിട്ട് തറ വെച്ചാൽ മതി. മൊത്തം ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ കോർ മൊബിലിറ്റിയാണ്. കോർ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നട്ടെല്ലിന്റെ മൊബിലിറ്റി എന്ന് പറയും. നട്ടെല്ല് മൊബിലൈസ് ചെയ്യാനുള്ള ഫസ്റ്റത്തെ വർക്കൗട്ടാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. കാറ്റ് ക്യാമൽ എന്ന് പറയും. അത് നമ്മൾ ആദ്യം ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. കൈയിന്റെ നേരെ നമ്മുടെ തോളിന്റെ നേരെ കൈ വരണം രണ്ട് സ്ഥലത്തും. അതുപോലെ ഹിപ്പിന്റെ നേരെ താഴെ മുട്ട് വരണം. അതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാല്. ഇത് പൊസിഷൻ, ഇതാണ് ടേബിൾ ടോപ്പ് പൊസിഷൻ എന്ന് പറയും. ഓക്കെ, ഈ പൊസിഷനില് നമ്മുടെ ഷോൾഡറിന്റെ നേരെ കൈ വരും, ഹിപ്പിന് നേരെ മുട്ടുകാല് വരും. ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുക. എന്നിട്ട് നമ്മുടെ നടു മാത്രം മുകളിലോട്ട് ബെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ താഴോട്ട് ബെൻഡ് ചെയ്യാം. ഇതാണ്, ഇതിന്റെ പേരാണ് കാറ്റ്. പൂച്ചൊക്കെ ഇടക്ക് നിൽക്കുന്നുണ്ട് കാണാറുണ്ട് നമ്മൾ. ഇടക്ക് പൂച്ച ഇതുപോലെ ഇത് ക്യാമൽ അല്ലെങ്കിൽ കൗ. ക്യാമൽ കൗ, കാറ്റ് ക്യാമൽ, കാറ്റ് ക്യാമൽ. കണ്ടോ? കൈ വളയരുത്, ഇതുപോലെ തന്നെ ചെയ്യണം. നേരെ മുകളിലോട്ട് താഴോട്ട്, മുകളിലോട്ട്, നട്ടലിൽ മുകളിലോട്ട് താഴോട്ട് ഇതുപോലെ ചെയ്യണം. ഇത് ബാക്ക് പെയിനുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയാണ്. പക്ഷെ കുറച്ച് മൈൽഡായിട്ട് ചെയ്യുക, ഒരുപാട് സ്ട്രോങ് ആയി ചെയ്യാണ്ട് ഈ ലെവലിൽ ഇതാ ഇത്രയും. ഉണ്ടോ? അതന്നെ കറക്റ്റാ. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. യോഗ പോസ്റ്റർ ആണിത്. ഇത്ര മതി, സിമ്പിൾ ആയിട്ട്. റെസ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ സെയിം ടേബിൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കുക. കൈ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറിന് താഴെ, ഹിപ്പിന് താഴെ മുട്ട് വരണം. ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അപ്പ് കാറ്റ് ക്യാമൽ, കാറ്റ് ക്യാമൽ, കാറ്റ് ക്യാമൽ. യെസ്, വെരി ഗുഡ്. റെസ്റ്റ് ചെയ്യാ. തണുത്ത് കൊടുക്കും. ഒരു പ്രാവശ്യം ചെയ്യാം. 2, 3, 4, 5, 7, 8, 9, 10. റിലാക്സ്. ഇപ്പൊ നമ്മൾ ചെയ്തതാണ് കാറ്റ് ക്യാമൽ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ലോവർ ബാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ട് ആയിട്ടുള്ള ബേർഡ് ഡോഗ് ആണ്. ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ട് ആണ് കേട്ടോ. ഒരു ഫ്രണ്ട് ഉള്ളൂ. ഓക്കെ, ശരി. ഇനി നമുക്ക് ആദ്യം നേരത്തെ സെയിം പോലെ തന്നെ നിൽക്കാം. ടേബിൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കാം. ഷോൾഡറിന് നേരെ കൈ വരണം, കാല് പിന്നെ നേരെ താഴെ. ഇത് തന്നെയാണ് സ്റ്റാർട്ടിംഗ് പോസ്റ്റർ. നമ്മുടെ കറക്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞാല് നേരെ ഈ ലെവലിൽ നിൽക്കാം. എന്നിട്ട് ഓപ്പോസിറ്റ് കൈകൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. സ്ട്രൈറ്റ് ലൈൻ വരും, സ്ട്രൈറ്റ് ലൈൻ വരും. ഓപ്പോസിറ്റ് കൈകൾ കേട്ടോ, അതായത് തന്നെ ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ വരും. താഴെ വെക്കുക, മാറി മാറി ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഈ ലെവൽ ഇതേപോലെ തന്നെ നമ്മളുടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും മാക്സിമം. തിരിച്ചു വരാം. ഉണ്ടാവും ഓപ്പോസിറ്റ് കൈ കാലും നിന്നിട്ട് ഓപ്പോസിറ്റ് കൈ കാലാണ് വരുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് കൈ കാലും
എക്സ്റ്റെൻഡ് ചെയ്യാം. ഹലോ ഹലോ ഓക്കെ. ഞാനേ ആ ഇല്ല ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. ആ ഇല്ല ഇല്ല ഇല്ല. ആ, ആ. എന്തോ ഹലോ കേട്ടില്ല. ഇല്ല ഇല്ല തീർച്ചയായിട്ടും ഞാൻ ഇവിടെ തന്നെ ഓൾറെഡി ഇവിടെ ആക്കി കഴിഞ്ഞു. പിന്നെ തരുന്നില്ല ഞാൻ കേട്ടോ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ചെയ്യാം അല്ലേ? ഒന്നുകൂടി ചെയ്യാം. നേരെ സ്ട്രൈറ്റ് ലൈൻ ആക്കാം, തിരിച്ചു വരാം, ഓപ്പോസിറ്റ് കൈകൾ എക്സ്റ്റെൻഡ് ചെയ്യാം, സ്ട്രൈറ്റ് ലൈൻ, തിരിച്ചു വരാം. എനിക്ക് പറഞ്ഞല്ലോ അത് കുറച്ച് ആൾക്കാർ തന്നെ ചെയ്യണം കേട്ടോ, വീഡിയോ ഓൺ ആക്കിയിട്ട്. എന്നാലും എനിക്ക് ചെയ്യാനൊരു ഉഷാറുണ്ടാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് കാണാൻ പറ്റില്ല ആരും ചെയ്യുന്നത്. കാരണം നമ്മൾ ലൈഫ് ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് കുറച്ച് കറക്റ്റ് കുറച്ച് ആൾക്കാർ ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് തന്നെ ചെയ്യാം. ക്യാമറ ഓഫ് ചെയ്യരുത്, ക്യാമറ ഓൺ ചെയ്യുക. കുറച്ച് പേരുണ്ടെങ്കിലും ക്യാമറ ഓൺ ചെയ്താലാണ് എനിക്ക് നിങ്ങൾ ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഗുഡ്. മതി, റെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം, പ്ലാങ്ക്. സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്ലാങ്ക് ചെയ്യുക. എങ്ങനെയാണ് ചെയ്താൽ കാണിക്കാം. ഓക്കെ, പ്ലാങ്ക് ചെയ്യാൻ നമ്മൾ ആദ്യം നമ്മുടെ ഈ കൈ നേരെ ഷോൾഡറിന് താഴെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഷോൾഡർ നേരെ താഴെ, കാല് നീട്ടി വെക്കുക. കാല് നീട്ടി വെച്ചിട്ട് നിലത്ത് തീരെ ഇത് പറ്റാത്ത ആൾക്കാർക്ക്, ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, മുട്ടുകുത്തിയിട്ട് ചെയ്യാം. ഇതുപോലെ മുട്ടുകുത്തുക. അല്ലാത്ത ആൾക്കാർ നേരെ മാക്സിമം സമയം ഇങ്ങനെ ആവുകയൊന്നും ചെയ്യരുത്. നേരെ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. കോർ ആക്ടിവേറ്റ് ചെയ്യുക. കോർ ആക്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അയച്ചിട്ട് ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് നേരെ മാക്സിമം സമയം ഇതുപോലെ നിൽക്കാം. എത്ര സമയമാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്? 30 സെക്കൻഡ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, 1 മിനിറ്റിൽ എത്താം. അല്ലാത്ത ആൾക്കാർ മുട്ട് നിലത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. ബാക്ക് പെയിൻ ആൾക്കാർ മുട്ട് നിലത്ത് വെക്കുക. അല്ലാത്ത ആൾക്കാർ മാക്സിമം സമയം ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാങ്ക് എന്ന് പറയുന്നത്. ഇയാളുടെ ഒരു ക്രിയേറ്റർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആഴ്ചയിലെ അയാള് ഇങ്ങനെ കാണിക്കും. കണ്ടു ചെയ്താൽ പഠിക്കാം. റെസ്റ്റ് ചെയ്യാം. ഒന്നുകൂടി ചെയ്യാം പ്ലാങ്ക് കേട്ടോ. ഒന്നുകൂടി ചെയ്യാം. ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആക്കുക. അറ്റ്ലീസ്റ്റ് നേരെ മുന്നോട്ട് വെക്കുക. ഒന്നുകൂടെ സെയിം പ്ലാൻ. അയവ, വെരി ഗുഡ്. ഗഫൂർ ബായ്, ജ്യോതി കറക്റ്റ് ആണ്. ഷബീർ ബായ് സൂപ്പർ. അൻസാരി ചെയ്യുന്നില്ല. അത് നമ്മളെ സ്വിച്ച് റിമോട്ട് ഓഫാക്കില്ല. അപ്പൊ അവിടെ സ്വിച്ച് ഓൺ ആണെങ്കിൽ അങ്ങനെ ദിവസം പോയി മതി, റെസ്റ്റ് ചെയ്യാം കേട്ടോ. വെരി ഗുഡ്. ഒറ്റ പ്രാവശ്യം ചെയ്താലോ? മൂന്നാമത്തെ ഒന്നുകൂടി ചെയ്യാം കേട്ടോ. ഒറ്റ പ്രാവശ്യം കൂടി ചെയ്യാം. പ്ലാൻ റിപ്പീറ്റ് ചെയ്യാം. ഒറ്റ പ്രാവശ്യം കൂടെ. നമുക്ക് കഴിയുന്നത്ര സമയം ചെയ്താൽ ഒരുപാട് ചെയ്യണ്ട കേട്ടോ.
മതി. റെസ്റ്റ് ചെയ്യാ. വെരി ഗുഡ്. ചെയ്യുന്ന ആൾക്കാർക്ക് വീഡിയോ ഓണാക്കുക. ഇനി അടുത്ത് കാണിക്കാം ഞാൻ കേട്ടോ. യെസ്. ഓക്കെ ഫൈൻ. അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് ഡെഡ് ബഗ് എന്ന് പറയും. ഡെഡ് ബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൊസിഷനിൽ കിടക്കുക. ഈ കൈ നേരെ മുകളിലോട്ട് പൊക്കി വെക്കുക. ഷോൾഡർ നേരെ മുകളിലോട്ട്. കാല് 90 ഡിഗ്രി ബെൻഡ് ചെയ്തിട്ട്. ഓക്കെ, 90 ഡിഗ്രി ബെൻഡ് ചെയ്തിട്ട് കാല് ഇങ്ങനെ കിടക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ നിന്നാൽ തന്നെ നമ്മുടെ ഏകദേശം കോർ ആക്റ്റീവ് ആവും. ഷോൾഡർ റിട്രാക്ട് ചെയ്യുക, നമ്മുടെ ബ്രോഡ് മസിൽ ടൈറ്റ് ചെയ്യുക, ഒരു കൈ ചെയ്യുക, നേരെ നോക്കുക, ജസ്റ്റ് അപ്പ്. ഈ ഒരു പൊസിഷനിൽ നിന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോർ ഒരുവിധം ആക്റ്റീവ് ആവും. എന്നിട്ട് കാല് മാത്രം ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം, തിരിച്ചു വരാം. അതായത് ഒരു പൊസിഷനിൽ നിൽക്കുക, കാല് എക്സ്റ്റെൻഡ് ചെയ്യാം, തിരിച്ചു വരാം, കാല് എക്സ്റ്റെൻഡ് ചെയ്യാം, തിരിച്ചു വരാം, കാല് എക്സ്റ്റെൻഡ് ചെയ്യാം, ഒന്നുകൂടെ ചെയ്യാം. ഐവ, വെരി ഗുഡ്, പെർഫെക്റ്റ്. നിലത്ത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു വരണം കേട്ടോ. കൈ ഒന്ന് തിരിച്ചു വന്നതിന് ശേഷം മറ്റേത് പോകാൻ പാടുള്ളൂ. ഓക്കെ, സ്ലോവിൽ ചെയ്യുക. കോർ ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ ചെയ്യണം. റെസ്റ്റ് ചെയ്യുക. കോർ ചെയ്യുമ്പോൾ ധൃതി കൂടി ചെയ്യരുത്, മെല്ലെ മെല്ലെ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, മെല്ലെ മെല്ലെ ചെയ്യാം. അപ്പോഴേ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുള്ളൂ? റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതായത് കൂടുതൽ നമുക്ക് കിട്ടുള്ളൂ കോർ ചെയ്യുമ്പോൾ. എപ്പോഴും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. റെസ്റ്റ് ചെയ്യാം. മതി. എല്ലാവരും റെസ്റ്റ് ചെയ്യാം. ടേക്ക് റെസ്റ്റ്. ഒന്നുകൂടെ ചെയ്യാം. വൺ മോർ. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ഞാൻ കാണട്ടെ. ലുക്ക് സ്ട്രൈറ്റ്, ചെസ്റ്റ് അപ്പ്, കാല് മുകളിലോട്ട് പൊക്കി വെക്കുക, ബെൻഡ് ചെയ്തിട്ട് കൈ മുകളിലോട്ട് പൊക്കി വെക്കുക, കൈ എക്സ്റ്റെൻഡ് ചെയ്യുക, കാല് എക്സ്റ്റെൻഡ് ചെയ്യുക. സിമ്പിൾ. കാല് പൊക്കി വെക്കുക. അതന്നെ, കാല് എക്സ്റ്റെൻഡ് ചെയ്യുക, കംപ്ലീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് മറ്റേ പോകാൻ പാടുള്ളൂ. അതന്നെ, തിരിച്ചു വന്നിട്ട് മറ്റേത് പോകാൻ പാടുള്ളൂ. യെസ്, അതാ പെർഫെക്റ്റ്. യെസ്, വെരി ഗുഡ്. മതി. റെസ്റ്റ് ചെയ്യാം. മതി. വെരി ഗുഡ്. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിസേഴ്സ് ആണ്. സിസേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, സിസേഴ്സ് എന്ന് പറയുമ്പോൾ കൈ എടുത്തിട്ട് നേരെ ഇവിടെ വെക്കാം. ഓക്കെ, എന്നിട്ട് കാല് ഫുൾ സ്ട്രെച്ച് ഈ ഒരു ലെവലിൽ വേണം ചെയ്യാൻ. എന്നിട്ട് താഴെ കൂടെ ഇതുപോലെ സിസേഴ്സ് പോലെ, കത്രിക പോലെ, ഇതുപോലെ ഉണ്ടോ? കത്രിക പോലെ നമ്മൾ രണ്ട് സൈഡിലോട്ടും കൊണ്ടുപോവാ, തിരിച്ചു വരാം. ഓക്കെ, കിടന്നിട്ട് ഫുള്ള് കിടക്കുക, കൈ താഴെ വെക്കുക, കാല് സ്ട്രൈറ്റ് ആയിരിക്കണം. കത്രിക പോലെ താഴെ കൂടി മേലെ കൂടി ഇങ്ങനെ കേട്ടോ. കത്രിക പോലെ ആയിരിക്കണം ചെയ്യേണ്ടത്. അതന്നെ, പെർഫെക്റ്റ്, വെരി ഗുഡ്. താഴെ കൂടി മേലെ കൂടി ചെയ്യാം. ഗുഡ്, വെരി ഗുഡ്. യെസ്, ടേക്ക് റെസ്റ്റ് ചെയ്യാം. ബാക്ക് പെയിനുള്ള ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യരുത് കേട്ടോ. ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും, ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും സിസേഴ്സ് ചെയ്യുമ്പോൾ. പകരം അവര് സിംഗിൾ ലെഗ് റേസ് ചെയ്താൽ മതി. അതായത് ബാക്ക് പെയിനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതിന് പകരം കിടന്നിട്ട് ഇങ്ങനെ പൊക്കാം, താഴെ വെക്കാം. ഇതെല്ലാവരും ചെയ്യണ്ട, ബാക്ക് പെയിനുള്ള ആൾക്കാർക്ക് മാത്രമാണ്.
ബാക്ക് പെയിനുള്ള ആൾക്കാരിൽ ഇത് സിസേഴ്സ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മാത്രം സിംഗിൾ ലെഗ് എക്സസൈസ് ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് തന്നെ നല്ലത്, സിസേഴ്സ് തന്നെ ചെയ്യണം നല്ലത് കേട്ടോ. ഇനി അടുത്തത് കാണിക്കാം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഓക്കെ, അടുത്തത് കോർ ട്വിസ്റ്റ് എന്ന് പറയും കേട്ടോ. കോർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് ഓക്കെ, കോർ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ കൈ എടുത്തിട്ട് രണ്ട് സൈഡിലോട്ടും ഇതുപോലെ പോകും. രണ്ട് സൈഡിലോട്ട് നമ്മുടെ മാക്സിമം റിലാക്സ് ചെയ്തിട്ട് ഈ ലെവലിൽ പോകും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ കാല് 90 ഡിഗ്രി ബെൻഡ് ചെയ്തിട്ട് പൊക്കി വെക്കും. ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഈ അപ്പർ ബോഡി അനങ്ങാതെ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ ട്വിസ്റ്റ് ചെയ്യും. അപ്പർ ബോഡി അനങ്ങാൻ പാടില്ല, ലോവർ ബോഡി മാത്രം ട്വിസ്റ്റ് ചെയ്യുക. കോർ മൊബിലിറ്റി ആണ് ഇതിൽ പ്രധാനം. ഇതിങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ഒന്നും ആവരുത്. പകരം കൈ വരെ വെക്കാം. ഇത് മാത്രം എത്ര നമുക്ക് പറ്റുന്നത് ഇത്ര ചെയ്താൽ മതി. ചിലർക്ക് ഇത്ര പറ്റുള്ളൂ, ചിലർക്ക് ഇത്ര പറ്റും, ചിലർക്ക് ഇത്ര പറ്റുന്നുണ്ടാവുള്ളൂ. ഒരിക്കലും നമ്മൾ ബോഡി അവിടെ നിന്ന് മൂവ് ചെയ്യും. എന്നിട്ട് മാക്സിമം ഇതുപോലെ രണ്ട് സൈഡിലോട്ടും 10 പ്രാവശ്യം ചെയ്യാൻ മൊത്തം. ഓക്കെ, യെസ്, വെരി ഗുഡ്. അങ്ങനെ കൈ രണ്ട് സൈഡിലും വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ബോഡി തിരിച്ച് മൂവ് ആവും. ആവാണ്ടിരിക്കാൻ ഒരു സൈഡിൽ വെച്ചിട്ട് കാല് മാത്രം ട്വിസ്റ്റ് ചെയ്യുക. വെരി ഗുഡ്. റെസ്റ്റ് ചെയ്യുക. ഈ കോർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുക, വളരെ സ്ലോവിൽ ചെയ്യുക. നിങ്ങൾ എത്രത്തോളം സ്ലോ ആണോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാവും. സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത്രത്തോളം എഫക്റ്റീവ് ആവില്ല. പക്ഷെ സ്ലോവിൽ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നമ്മൾ എഫക്റ്റീവ് ആയി കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ സ്ലോ ആയിട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം, ഒന്നുകൂടി ചെയ്യാം, ഒരു പ്രാവശ്യം കൂടെ. റെസ്റ്റ് ചെയ്യാം. ടേക്ക് റെസ്റ്റ്, എല്ലാവരും റെസ്റ്റ് ചെയ്യാം. മതി മതി. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് കാണിക്കാം. അടുത്തത് റഷ്യൻ ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, റഷ്യൻ ലിസ്റ്റ് ഇതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ ബൈൻ ഉണ്ടെങ്കിൽ ചെയ്യരുത്. കാരണം ചില ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റൂല, ചില ബാക്ക് പെയിനിൽ ഇത് ചെയ്യാൻ പറ്റും. റഷ്യൻ ലിസ്റ്റ് നമ്മൾ ആദ്യം കാല് നിലത്ത് വെച്ചിട്ട് ചെയ്യാം. ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, കഴുത്ത് ചെസ്റ്റ് അപ്പ് ചെയ്യുക, കഴുത്ത് ന്യൂട്രലായിരിക്കുക. ഇവിടെ ഒരു സ്കാപ്പുല ഉള്ളിലോട്ട് ഇരിക്കുക, ഈ ഒരു ലെവലിൽ റിലാക്സ്ഡ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ഒരു വീഴുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും ഈ ഒരു ലെവലിൽ. അതായത് ഇപ്പം വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ അവസ്ഥ നമ്മൾ ബോഡി മാത്രം ടെസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുക, ട്വിസ്റ്റ് 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 ട്വിസ്റ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പൊക്കാൻ പാടുള്ളൂ.
ഇത് നമ്മൾ ഇതിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞ ശേഷം ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇതെല്ലാം റഷ്യൻ ഡിസ്റ്റ് മനസ്സിലാവും. നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയായിരുന്നു, ഇത് റഷ്യൻ ഡിസ്റ്റ് അല്ല. ഇത് ഇവിടെ അനങ്ങാതെ എന്ത് ചെയ്യണം, നമ്മൾ കൈയുടെ പരമാവധി ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ട്വിസ്റ്റ് ചെയ്യേണ്ടത്. ഇത് ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് മാക്സിമം കാല് നിലത്ത് വെച്ചിട്ട് ശീലിക്കാം. എന്നാൽ നമ്മൾ ഉടല് ടോർസോ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അതിൽ എക്സ്പെർട്ട് ആയതിനു ശേഷം എന്ത് ചെയ്യാം, കാല് പൊക്കി വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യും. ഇതുപോലെ കാല് അനങ്ങരുത്, ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സ്പെഷ്യലിസ്റ്റ് നമ്മള് കാല് പൊക്കി വെച്ച് രണ്ട് സൈഡിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്ട് കാല് നിലത്ത് വെച്ചിട്ട് വേണം ആദ്യം അത് നമ്മൾ മാസ്റ്റർ ആവാൻ. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാല് പൊക്കി വെച്ചിട്ട് അടുത്ത ലെവലിലൂടെ കൊണ്ടുവരാൻ പാടുള്ളൂ. ആ ചെയ്യുമ്പോൾ അപ്പർ ബോഡി മാത്രം, നമ്മുടെ ടോർസോ മാത്രം ട്വിസ്റ്റ് ചെയ്യേണ്ടത്. എന്നാലാണ് ഇവിടുത്തെ പബ്ലിക് മസിൽ എൻഗേജ് ആവുള്ളൂ. നോക്കാം. ഓക്കെ, റെഡി? ആ, വെരി ഗുഡ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ആ, ബോഡി കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യുക. കൈയല്ല, കംപ്ലീറ്റ് ഉടൽ ടെസ്റ്റ് ചെയ്യാം. ടോർസോ ടെസ്റ്റ് ചെയ്യാം. കൈ ബോഡി ടെസ്റ്റ് ചെയ്യുക. ഇതുപോലെ ബോഡി ഇതുപോലെ ടെസ്റ്റ് ചെയ്യാം. കൈ ടെസ്റ്റ് ചെയ്തതിലേക്ക് കൂടി ബോഡി ടെസ്റ്റ് ചെയ്യാം. വെരി ഗുഡ്, പെർഫെക്റ്റ്. ടേക്ക് റെസ്റ്റ് മതി. കുറച്ച് ചെയ്താൽ മതി ചെയ്യുമ്പോൾ കേട്ടോ. ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാം. 1-2 ചെയ്താൽ പോലും ഉള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. നല്ല രീതിയിൽ നല്ല സൂപ്പർ ആയിട്ട് ചെയ്യാം. ഒന്നുകൂടി ചെയ്യാം. 1 more. യെസ്, കാല് പൊക്കി വെക്കാം. ആ, സൈഡ് ട്വിസ്റ്റ് ചെയ്യുക, 2 സൈഡിലോട്ട് മെല്ലെ. ആ, യെസ്. കൈയാണ്, കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ ഒരുമിച്ച് കൊടുത്താൽ അപ്പൊ കുറച്ചുകൂടെ ഈസി ആവും. ചേർത്ത് പിടിക്കാം. ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒറ്റ പ്രാവശ്യം ചെയ്താലും നമുക്ക് ഒന്നുകൂടി ചെയ്യാം. 1 more. ഒറ്റ പ്രാവശ്യം. റെഡി? മെല്ലെ ചെയ്യാം, സ്ലോ ആയിരിക്കാം. ബോഡി മാത്രം റൊട്ടേറ്റ് ചെയ്യാം, സ്ലോ ആയിട്ട് ചെയ്യാം, പെർഫെക്റ്റ് ആയിട്ട്. 5-6 ചെയ്താൽ പോലും ഉള്ളത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അയ്യോ, വെരി ഗുഡ്. ആ, മതി. ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ പെയിൻ ഉണ്ടെങ്കിൽ ചെയ്യരുത്, അന്നേരം നിർത്തണം കേട്ടോ. ചില ബാക്ക് പെയിൻ ചെയ്യാൻ പറ്റും, ചിലത് ചെയ്യാൻ പറ്റില്ല. ബാക്ക് പെയിൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മതി, റെസ്റ്റ് ചെയ്യാം. വെരി ഗുഡ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്രഞ്ചസ് ആണ്. നമ്മള് ഈ ക്രഞ്ചസ് നമ്മൾ ഇപ്പൊ ചെയ്യാറില്ല, ഇത് ഒഴിവാക്കും കേട്ടോ. ഇത് നമ്മൾ ചെയ്യില്ല. പകരം നമ്മൾ ചെയ്യുന്നത് ഈ കൈ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പൊത്തും. ഞാൻ ഒരു മിനിറ്റ്. സാധാരണ എല്ലാവരും ചെയ്യുന്ന ക്രഞ്ചസ് ഇതാണ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ ലോവർ ബാക്കിൽ ലോഡ് കൂടുതലായിരിക്കും. കിടക്കുന്നതിനെ കൊണ്ട് പൊങ്ങുമ്പോൾ നട്ടല് ഓൾറെഡി ഭയങ്കരമായിട്ട് ബെൻഡാവും. അപ്പൊ എന്തെങ്കിലും ഒരു നട്ടലിന്റെ പ്രശ്നം ആൾക്കാർക്ക് ഇത് അത്ര സേഫ് അല്ല. ഇത് ചെയ്യാം, ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല ബാക്ക് പെയിൻ തീരെ ഇല്ലാത്ത ആൾക്കാർക്ക് പ്രശ്നമില്ല, ചെറുപ്പക്കാർക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു സീറ്റഡ് പൊസിഷനിൽ, ഈ ഒരു പൊസിഷനിൽ, അതായത് നമ്മള് ഇത്ര ഫുള്ളായിട്ട് നട്ടിൽ ബെൻഡ് ആവണില്ല, ഏകദേശം ഇരുന്ന പോലെ ഉണ്ടാവാം. കൈ ഇവിടെ വെക്കും, കാല് പൊക്കി വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേ സാധനം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രഞ്ചസ് നേരെ കാൽ നീട്ടുക, നേരെ മുകളിലോട്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ലോഡ് നട്ടലിന് വരില്ല. മറ്റത് കൂടുതൽ ലോഡ് വരും. ബാക്ക് പെയിനുള്ള ആൾക്കാർ ഇത് ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. ക്രഞ്ചസ്, ഒരു ക്രഞ്ചസും ബാക്ക് പെയിനുള്ള ആൾക്കാർ ചെയ്യരുത്. ബാക്ക് പെയിൻ സാധ്യതയുള്ള ആൾക്കാർ മാക്സിമം, ചെറിയ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് വരെ ഇത് ഈ ഒരു ലെവലിൽ ചെയ്താൽ വലിയ പ്രശ്നം വരില്ല കേട്ടോ. ചെയ്യാം. റെഡി? നേരെ കൈവിടെ വെക്കും, കാല് നേരെ മുകളിലോട്ട്.
അയ്യോ വെരി ഗുഡ് പെർഫെക്റ്റ്. ഫുള്ളായിട്ട് കിടക്കരുത്. ഫുള്ളായിട്ട് കിടന്നു കഴിഞ്ഞാൽ സാധാ കഞ്ചസ് ആയി. നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് കിടക്കാൻ പാടില്ല കേട്ടോ. റെസ്റ്റ് ചെയ്യാം. ടേക്ക് റെസ്റ്റ്. മതി മതി. വെരി ഗുഡ്. ഒന്നുകൂടി ചെയ്യാം. ഒറ്റ പ്രാവശ്യം കൂടെ. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. സെയിം തന്നെ വെക്കുക. കഞ്ചസ് ചെയ്യാം അതുപോലെ. റെസ്റ്റ് ചെയ്യാം. മതി. വെരി ഗുഡ്. ഇത് നമ്മൾ ചെയ്യണത് സൂപ്പർമാൻ എന്ന് പറയും. കിടക്കുക. ഇതുപോലെ കിടക്കുക. ചെറിയ കൈ കിടക്കുക. ഇത് മാത്രം ലിഫ്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ഒന്നുകൂടെ കാണിക്കാൻ. സൂപ്പർമാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കൈ ഇവിടെ നേരെ ഈ ലെവലിൽ വെക്കുക. ഇവിടെ മാത്രം ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് അപ്പ് ഡൗൺ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതാണ് ചെയ്യുന്നത്. പിന്നീടാണ് കാലൊക്കെ പൊക്കുള്ളൂ. ഇങ്ങനെ ഒരുമിച്ച് കാലും കൈയൊക്കെ നീട്ടുന്നത് പിന്നീടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ അഡ്വാൻസ് സ്റ്റേജ് ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ബേസിക് ലെവലിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവാം. അപ്പൊ ആദ്യം എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെ നിന്നിട്ട് ഇവിടെ മാത്രം പൊക്കിയാൽ മതി. ഇത് ബാക്ക് പെയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പൊക്കുക. ബാക്ക് പെയിലുള്ള ആൾക്കാർ ഇതാ ഇങ്ങനെ പൊക്കിയാൽ മതി. നമ്മുടെ കോബ്ര പോലെ. ഓക്കെ, മനസ്സിലായല്ലോ? പോവാം, നോക്കാം. റെഡി? ചെയ്യാം. റഹ്മത്തുള്ളാ ഭായ്, ചെയ്യാം. കാണുന്നുണ്ട്, ചെയ്തോളൂ. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. തല പൊക്കുക, കൈയും പൊക്കുക. കൈയും കൊണ്ട് ഒരുമിച്ച് പൊങ്ങണം. ഒരേ സമയം പൊങ്ങണം. യെസ്, വെരി ഗുഡ്. യെസ് യെസ് യെസ്. റെസ്റ്റ് ചെയ്യാ. മതി. ഒറ്റ പ്രാവശ്യം കൂടി ചെയ്താലോ? ലാസ്റ്റ് കഴിഞ്ഞു. ഒറ്റ പ്രാവശ്യം കൂടി ചെയ്യാം കേട്ടോ. ഒന്നുകൂടി ചെയ്യാം. ലാസ്റ്റ്. ഇവ വെരി ഗുഡ്. സിമ്പിൾ. ബാക്ക് പേലുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞത് പോലെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ആൾക്കാർ കംപ്ലീറ്റ് കൈ പൊക്കുക. കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ കാല് പൊക്കേണ്ട അവസ്ഥ എത്തും. കൈയും കാലും ഒരുമിച്ച് പൊക്കുന്ന പോലെ ചെയ്യാൻ പറ്റും അതിന്റെ അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോൾ. മതി. റെസ്റ്റ് ചെയ്യാം. റിലാക്സ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കോർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ സ്ട്രെച്ചിങ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ബേർഡ് ഡോഗ്, സോറി, ചൈൽഡ് പോസ് എന്ന് പറയും. ചൈൽഡ് പോസ് എന്ന് പറഞ്ഞാൽ കാലിലോട്ട് ചേർന്ന് ഇവിടെ ഇരിക്കുക, കൈ മുന്നോട്ട് വെക്കുക, എന്നിട്ട് നമ്മൾ തലനിട്ട് വെക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം. നമ്മൾ ലോവർ ബാക്ക് സ്റ്റിഫ് ആകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, നല്ല മെല്ലെ റെഡി കൊണ്ടുവന്നാൽ മതി. ഈ ഒരു ലെവലാണ് ഫസ്റ്റ് ചൈൽഡ് പോസ് എന്ന് പറയുന്നത്. മാക്സിമം കാലോട് ചേർന്നിരിക്കാം. പ്രയാസമാണെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ നിന്നാലും മതി, കുഴപ്പമില്ല. കഴിഞ്ഞ ഇതുപോലെ ചേർന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കാം.
10 സെക്കൻഡ് ഇതുപോലെ നിൽക്കണം. സ്ട്രെച്ചിങ് എപ്പോഴും 10 സെക്കൻഡ് നിൽക്കണം കേട്ടോ. 10 സെക്കൻഡ് അറ്റ്ലീസ്റ്റ് നിൽക്കണം. എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് ഫ്രണ്ടിലോട്ട് വരിക, നേരെ കോബ്ര പോസിലോട്ട് പോവാം. ഓക്കെ, ഇത് പറ്റാത്ത ആൾക്കാർ ഇത്ര നിന്നാൽ മതി. ബാക്ക് പെയിനുള്ള ആൾക്കാർ ഹാഫ് കോബ്ര, മോഡിഫൈഡ് കോബ്ര എന്ന് പറയും, ഇങ്ങനെ നിൽക്കുക. അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. നേരെ മുകളിലോട്ട് നോക്കുക. ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുക, അതേപോലെ നോക്കുക. ഈ ലെവലിൽ മതി, ഇത്രയും മതി. എന്നിട്ട് നേരെ അവിടുന്ന് ബാക്കിലോട്ട് ഇതുപോലെ തന്നെ പോവാം. എൽബോസ്, കോബ്ര. ഓക്കെ, ഫൈൻ. നമുക്ക് നോക്കാം. റെസ്റ്റ് ചെയ്യാം. ഒന്നുകൂടി ചെയ്യാം. ചൈൽഡ് പോസ് ചെയ്യാം ആദ്യം. ചൈൽഡ് പോസ്, ചൈൽഡ് പോസ്. വാ, വെരി ഗുഡ്. നേരെ കോബ്രയിലോട്ട് പോവാ. വെരി ഗുഡ്, പെർഫെക്റ്റ്. യോഗ പോസ് ആണ്. ഒരു 10 സെക്കൻഡ് നിൽക്കണം കേട്ടോ. എപ്പോഴും ചടപടാ ചെയ്യരുത്. നമ്മൾ സ്ട്രെച്ചിങ് എപ്പോഴും അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡിന് കീപ്പ് ചെയ്യണം, ചുരുങ്ങിയത് 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ നിൽക്കണം എന്നാണ്. ഇനി ബാക്കിലോട്ട് പോവാ, വീണ്ടും കോബ്രയിലോട്ട് പോവാ, ചൈൽഡ് പോസിലോട്ട് പോവാ. 10 സെക്കൻഡ് ചൈൽഡ് പോസിൽ നിൽക്കുക. മാക്സിമം കൈ എക്സ്റ്റെൻഡ് റിലാക്സ് ചെയ്യുക. എന്നിട്ട് കൈ ബാക്കിലോട്ട് പോവാ. ഓക്കെ, അടുത്ത സ്ട്രെച്ച് നീ ടു ചെസ്റ്റ് എന്ന് വെച്ചാല് നീ ടു ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കൈ എടുത്തിട്ട് ഈ കാലിലോട്ട് മാക്സിമം നമ്മുടെ രണ്ട് കൈ കൊണ്ടും ഇതുപോലെ നീ മുട്ടുകാല് ചെസ്റ്റിലോട്ട് പിടിക്കാം. ഇങ്ങനെ 10 സെക്കൻഡ് കീപ്പ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 10 സെക്കൻഡ് ഈ കാലം 10 സെക്കൻഡ് പിടിക്കാം. നീ ടു ചെസ്റ്റ് ചെയ്യാം കേട്ടോ. റെഡി, ചെയ്യാം. ചെസ്റ്റ് പിടിക്കുക. തല നിലത്ത് വെച്ചോട്ട് റിലാക്സ് ചെയ്യാം. തലക്ക് നിലത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് മറ്റേ കാലം ചെയ്യാം. ഇത് ബാക്ക് പെയിനുള്ള ആൾക്കാർക്ക് എല്ലാവരും ചെയ്യേണ്ട സാധനങ്ങളാണ് കേട്ടോ. നിർബന്ധമായിട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇപ്പൊ 7 സ്ട്രെച്ചുകളെല്ലാം ഇപ്പൊ കാണിച്ച 2 സ്ട്രെച്ചുകളും. ഇനി ചെയ്യേണ്ടത് അടുത്ത സ്ട്രെച്ച് കാണിക്കാം. ഓക്കെ, ഈ കാലിലെടുത്തിട്ട് ഇതിന്റെ മുകളിൽ കയറ്റി വെക്കുക. ഈ കാലിലെടുത്തിട്ട് മുകളിൽ കയറ്റി വെക്കുക. ഈ കൈ എടുത്തിട്ട് ഇവിടെ പിടിക്കാം. കണ്ട, ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചിട്ട് അതുപോലെ ഈ കാലെടുത്ത് ഇവിടെ കയറ്റി വെക്കുക. ഈ കൈ എടുത്തിട്ട് ഇവിടെ പിടിക്കാം. കൈനോട്ട് പിടിച്ചാൽ മതി. എല്ലാവർക്കും ഒരുപാട് പിടിച്ച് വലിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. റെഡി, സിയാറ്റിക്ക സ്ട്രെച്ച്. കാല് കയറ്റി വെച്ചിട്ട് മറ്റേ ബാക്കത്തെ കാല് പിടിക്കണം. ബാക്കത്തെ നിലത്ത് വെക്കുക. ബാക്കത്തെ കാല് മെല്ലെ തലയിൽ പിടിച്ചാൽ അങ്ങനെ തന്നെ. യെസ്, വെരി ഗുഡ്. കാല് ചേഞ്ച് ചെയ്യാം. മതി, റെസ്റ്റ് ചെയ്യാം. എല്ലാം റെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് ഇത്ര മതി, പോരെ? അത്യാവശ്യമായില്ലേ? ഇന്ന് ഇത്ര മതി. നമുക്ക് ഒന്ന് സമയമില്ല. സമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചെയ്യായിരുന്നു. സമയമില്ല, ഇപ്പൊ അത്യാവശ്യമായി. നമുക്ക് ഏകദേശം എല്ലാം കവർ ചെയ്തു. എല്ലാ കോർ മസിൽസും അത്യാവശ്യം സാധനങ്ങൾ കവർ ചെയ്തു. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. എനിക്ക് ഇച്ചിരി സമയമായതിനെ കൊണ്ട് നമുക്ക് പറഞ്ഞോളൂ. എന്താ ചോദിക്കാനുണ്ടോ? ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. എന്താ സംശയം ഗ്രൂപ്പിൽ പറയാം. ഓക്കെ അല്ലേ? ബ്രീത്തിങ് പറയും. ബ്രീത്തിങ് ഇതിൽ പ്രശ്നമില്ല. നമ്മൾ ബ്രീത്തിങ് മെയിൻ ആയിട്ട് എടുക്കുക. മറ്റേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. വെയിറ്റ് ട്രെയിനിങ് കാര്യമായിട്ട് ബ്രീത്തിങ് ഇത് നമ്മൾ കാര്യമായിട്ട് മൂവ്മെന്റ്സിലൊന്നും വലിയ വരുന്നില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഡംബൽ എടുക്കുന്ന സമയത്താണ് കൂടുതൽ ഇത് ആവശ്യം വരിക. അന്നേരം ഞാൻ പറയാം. വെള്ളിയാഴ്ച നമ്മൾ ഡംബൽ എടുത്ത് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ വീഡിയോ ഓൺ ആക്കി ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടി ഉഷാറുണ്ടാവുള്ളൂ.
ഏഹ് നമ്മൾ ചെയ്തത് കാണില്ലേ? നമ്മ- ആ ആ. അല്ല നമ്മൾ ചെയ്തതേ ആ എല്ലാം ഒന്ന് ഓരോ ഓർഡറിലൊന്ന് പറയോ? പറയും, അതിന് വീഡിയോ ഞാൻ തരും, നിങ്ങൾക്ക് തരും, ഒന്നും നോക്കണ്ട. ഈ വീഡിയോ തന്നെ കിട്ടും, ചെയ്ത കാര്യങ്ങളൊക്കെ കിട്ടും, ഒന്നും മിസ്സാവില്ല. നമുക്ക് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിന്റെ ഇന്നലെ അന്ന് കിട്ടിയ പോലെ തന്നെ ഇതിന്റെ വീഡിയോ കിട്ടും.